എന്താ പറയുക, സ്വീകരിക്കാനുള്ള ബാധ്യത, അതിനോടുള്ള അത്യാർത്തി, അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടാനുള്ള മാനസികമായ നമ്മുടെ ആഗ്രഹം, അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ ചിന്തയിൽ ആ മനസ്സിനെ കേന്ദ്രീകരിക്കാൻ 100% കഴിഞ്ഞില്ലെങ്കിലും പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ഒരാൾ പരിശ്രമിച്ചാൽ മാനസികമായ ആ അവസ്ഥ അള്ളാഹുവിനെ ചിന്തിച്ചുകൊണ്ട് ജീവിച്ച മഹാന്മാരായ ഔലിയാക്കന്മാരാകുന്ന സ്വാലിഹീങ്ങളുടെ അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടി ഒരാൾ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ ആ മഹാന്മാർ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ പെടാൻ അവന് സാധ്യതകളുണ്ട്. കാരണം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സാധാരണക്കാരായ നമ്മളെ ആശ്വസിപ്പിച്ചുകൊണ്ട് റസൂൽ നമ്മളോട് പറഞ്ഞു, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ഒരു ജനതയോട് ആരെങ്കിലും തുല്യത പുലർത്തിയാൽ ഫഹുവ മിൻഹും, അവരെ കൂട്ടത്തിലായി പരിഗണിക്കപ്പെടുന്നു. അപ്പോ മഹാന്മാരായ ദാക്കിരീങ്ങൾ അവരാരാ? ആ ദാക്കിരീങ്ങൾ സദാസമയത്തും അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കുന്നവരാണ്. അവരുടെ മനസ്സ് എങ്ങോട്ടും എവിടേക്കും പോകുന്നില്ല. എല്ലാ സമയത്തും അല്ലാഹ് എന്ന ചിന്തയിൽ അവർ ആസ്വദിക്കാൻ, ആ ആസ്വാദനം കിട്ടിയാൽ പിന്നെ അതിൽ നിന്ന് മാറുന്നത് കൊലമരത്തിന് കേൾക്കുന്ന പ്രതീതിയോടായിരിക്കുന്ന. എപ്പോഴെങ്കിലും ആ അവസ്ഥ മനസ്സിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ അയാൾക്ക് താങ്ങാൻ കഴിയില്ല, അറിയാതെ കണ്ണുനീര് പൊടിയും. കാരണം അവൻ അല്ലാഹുവിന്റെ ദിക്റിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച കൽബിന്റെ ഉടമകൾ, അവർക്ക് ചിലപ്പോഴൊക്കെ അതിൽ നിന്ന് ഒരു വ്യതിയാനം കാണാം. എന്താ കാരണം? എന്തെങ്കിലും അല്ലാഹു ഇഷ്ടപ്പെടാത്ത പ്രവർത്തനങ്ങളിലോ അല്ലെങ്കിൽ കാര്യങ്ങളിലോ മറ്റേതെങ്കിലും സംഭാഷണങ്ങളിലോ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ അതിന് ഒരു കട്ട് അങ്ങനെ കട്ടുവന്നാൽ അവരുടെ കണ്ണുനീര് പൊടിയും. അവർ അതിനു വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യും. ഇത് മുറിഞ്ഞപ്പോ ആ അല്ലാഹുമായുള്ള ബന്ധം, മാനസിക ബന്ധത്തിന്റെ മാധുര്യം നഷ്ടപ്പെടുമ്പോൾ അയാൾക്ക് മനസ്സിലായി അവിടെ കട്ടായി. ആ കട്ടായതിന്റെ പേരിൽ അദ്ദേഹം ഇസ്തിഗ്ഫാറും തൗബയൊക്കെ ചെയ്യും. പടച്ചോനെ, ഞാൻ ചെയ്തു പോയ കുറ്റത്തിന് എനിക്ക് നീ മോചനം നൽകണമേ എന്ന് തൗബ ചെയ്ത് മടങ്ങിയാൽ ഉടനെ അത് വീണ്ടും തിരിച്ചു വരും. അല്ലെങ്കിൽ അത് എന്നേക്കുമായി നഷ്ടപ്പെട്ടാൽ പിന്നെ അയാൾ ഭ്രാന്തനായി പോകും. കാരണം അയാൾക്ക് ആനന്ദത്തിലാണ് സദാസമയം. അയാൾ ഭൗതികമായി ജനങ്ങളുമായി കൊണ്ട് ബന്ധപ്പെടുന്നുണ്ട്, മറ്റ് ദുനിയാ കാര്യങ്ങളൊക്കെ ബന്ധപ്പെടുന്നുണ്ടെങ്കിലും മനസ്സ് എപ്പോഴും അല്ലാഹുവിന്റെ അർശിലാണ്. റൂഹ് അതിന്റെ മാധുര്യം ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കട്ടായി പോകാൻ കാരണം എന്താണ്? അല്ലാഹു പൊരുത്തപ്പെടാത്ത എന്തെങ്കിലും ചിന്ത വന്നാൽ പോലും അത് കട്ടായി പോകും. അത് കിതാബുകൾ പറയുന്നു, അങ്ങനെ വരുന്നത് അവർക്ക് അല്ലാഹുവിന്റെ ഭയങ്കരമായ ശിക്ഷയാണ്. അല്ലാഹുവിൽ നിന്ന് വരുന്ന ശിക്ഷയാണ് അവർക്കത്. ആ ശിക്ഷ വരുമ്പോൾ അവർക്ക് മനസ്സിലായി എന്റെ ഇത്തം അബദ്ധം പറ്റിയിരുന്നു. ഉടനെ അവർ പശ്ചാത്തപിച്ചു മടങ്ങി, ഉടനെ തൗബ ചെയ്ത് മടങ്ങി. ആ ആനന്ദത്തിൽ മുഴുകിക്കൊണ്ടുള്ള ജീവിതമാണ് അവരിൽ അല്ലാഹു തആല നൽകിയത്. ആ ബന്ധത്തിലൂടെയുള്ള ഇബാദത്ത് അതാണ് അല്ലാഹു സ്വീകരിക്കുന്നത്. അത്തരക്കാരായ ആളുകളോടുള്ള സഹവാസം തന്നെ ഈമാനും ഹിദായത്തും കിട്ടാൻ കാരണമായി തീരുന്ന, അല്ലാഹുവുമായി കൊണ്ട് ബന്ധപ്പെട്ട് കൽബിനെ ബന്ധിപ്പിച്ചിരിക്കുന്ന മനുഷ്യന്മാർ ഏതുപോലെ സദാസമയത്തും അല്ലാഹുവുമായി കൊണ്ട് ബന്ധപ്പെട്ട കൽബാണ്. ബഹുമാനപ്പെട്ട മഹാനായ ഉമറുൽ ഖാഹിരി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞതുപോലെ, എന്ന് പറയുന്ന ആരിഫാകുന്ന മഹാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്തുതിഗീതങ്ങൾ ആലപിക്കുവാൻ വേണ്ടി രചിച്ച മഹത്തായ ഒരു കാവ്യശകലമാണ് ഇത്. അത് തുടക്കം തന്നെ അല്ലഫൽ അലിഫ് എന്നാണ്. അല്ലഫൽ അലിഫുൻ നിലാമ മദിഹിയൽ ഔവൽ സൂതുരി ബിസ്മി
അറബിയ 28 അക്ഷരങ്ങളെ കൊണ്ട് തുടങ്ങിയ അക്ഷരങ്ങളെ കൊണ്ട് നിബിഡമായ ഈരടികളാണത്. സൽസബീലൻ സഫീഹി സയ്യിദു സദാതി സീർ സൽസബീലൻ തുസ്ഖഫിൽ ഹലാതി കസൽസലിസാർ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതിൽ ദാല് കൊണ്ട് തുടങ്ങിയ ഈരടികളാണ് നമ്മുടെ വിഷയത്തിനോട് ബന്ധപ്പെട്ടത്. ദും നീ പതിവായിക്കോ. ദാല് അലിഫ് ബാ താ സാ ജീം ഹാ ഹാ ദാല് അങ്ങനെ വന്ന ദാല് കൊണ്ടാ തുടങ്ങിയത്. ദും ദും ദവമ ദൈരി ദാഇമൽ ഹുദൂരി വശുഹൂദ്. ദാല് കൊണ്ട് നിബിഡമാണ്, പക്ഷേ അർത്ഥങ്ങൾ വളരെ ഫിറ്റുമാണ്. ദും നീ പതിവാക്കിക്കോ. ദാഇമൽ ഹുദൂരി എല്ലാ സമയത്തും അല്ലാഹുവിന്റെ ഓർമ്മയിൽ. ദും ദവമ ദൈരി ദാഇമൽ ഹുദൂരി വശുഹൂദ്. സദാസമയത്തും അള്ളാഹുവിനെ വീക്ഷിക്കുന്നെന്ന ബോധത്തിൽ നീ പതിവായിക്കോ. സദാസമയത്തും നീ അള്ളാഹു ഓർത്തുകൊണ്ടിരുന്നോ. നിന്റെ ശരീരം നിന്റെ മനസ്സിന്റെ സകല സമയത്തും അള്ളാഹുവിന്റെ ചിന്തയിൽ മാത്രമായിരിക്കട്ടെ. അപ്പൊ നിനക്ക് മഹത്തായ സ്വർഗത്തിൽ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ അതിന് മാർഗം സദാസമയത്തും അല്ലാഹുവിനെ നീ ഓർക്കലാണ്. സുഖത്തിൽ കടന്നാലോ ആ ഓർക്കുന്നതിന് അതിന്റെ പുറകിലുള്ള വരികളിലൂടെ പഠിപ്പിക്കുന്നതിന് എങ്ങനെയെങ്കിലും അള്ളാഹനെ ഓർത്താ പോരാ. അള്ളാഹനെ ഓർക്കുന്ന ആളുകൾ നിശ്ചയിച്ച രൂപത്തിലല്ലാതെ ഓർത്തു കഴിഞ്ഞാൽ അവന് കിട്ടുന്ന നേട്ടത്തിന് പകരം ശിക്ഷകർഹനായി പോകുന്ന, അങ്ങനെയാണ് പല കള്ളാവലിയാക്കന്മാരുണ്ടായി പോകുന്നതെന്ന നിർദ്ദിഷ്ട രൂപം. നമ്മുടെ വീക്ഷണത്തിൽ അവർ അള്ളാഹുവിന്റെ മുറാക്കമീങ്ങളും അള്ളാഹുവിന്റെ ഹുദൂർ ജീവിച്ചതുമാണ്. പക്ഷേ അവർ ലക്ഷ്യം മാറിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചത് വിട്ട് അപ്പുറത്തേക്ക് പോകാൻ പാടില്ല.